ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഒരു മെയിനായിട്ടുള്ള ടോപ്പിക്കായിട്ടുള്ള ഗവർണർ ജനറൽമാർ എന്ന ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലഘട്ടത്തിൽ സാദർ ദിവാനി അദാലത്ത് സ്ഥാപിച്ചത് ആരാണെന്നാണ് ചോദ്യം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലഘട്ടത്തിൽ സാദർ ദിവാനി അദാലത്ത് സ്ഥാപിച്ചത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ വെല്ലസ്ലി, ഓപ്ഷൻ ബി വാരൻ ഹേസ്ലിങ്സ്, ഓപ്ഷൻ സി ഡെൽഹൌസി, ഓപ്ഷൻ ഡി കോൺവാലിസ്. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലഘട്ടത്തിൽ സാദർ ദിവാനി അദാലത്ത് സ്ഥാപിച്ചത് ആരാണ്? ഏതാണ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി വാരൻ ഹേസ്റ്റിങ്സ്. ഓക്കെ, ആരാണ് വാരൻ ഹേസ്റ്റിങ്സ്? 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിൽ നിയമിതനായ ആദ്യത്തെ ഗവർണർ ജനറലാണ് വാരൻ ഹേസ്റ്റിങ്സ്. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധസമയത്തെ ഗവർണർ ജനറലും ആര് തന്നെയാണ്? വാരൻ ഹേസ്റ്റിങ്സ് തന്നെയാണ്. രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധസമയത്തെ, അതായത് ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധസമയത്തെ ഗവർണർ ജനറലും രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധസമയത്തെ ഗവർണർ ജനറലും ആര് തന്നെയാണ്? വാരൻ ഹേസ്റ്റിങ്സ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1773 തൊട്ട് 1785 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിൽ നിയമിതനായ ആദ്യത്തെ ഗവർണർ ജനറലാണ് ആര്? വാരൻ ഹേസ്റ്റിങ്സ്. ക്ലിയർ അല്ലേ? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പാസാക്കിയ പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കപ്പെട്ടപ്പോഴുള്ള ഗവർണർ ജനറലും ആര് തന്നെയാണ്? വാരൻ ഹേസ്റ്റിങ്സ് തന്നെയാണ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്നാണ് പാസ്സാക്കിയത്? 1784 പാസ്സാക്കിയത്. അത് പാസ്സാക്കപ്പെട്ടപ്പോഴുള്ള ഗവർണർ ജനറലും ആര് തന്നെയാണ്? വാരൻ ഹേസ്റ്റിങ്സ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ കാലം ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തി ആരാണ്? വാരൻ ഹേസ്റ്റിങ്സ് ആണ് അല്ലേ? ഏറ്റവും കൂടുതൽ കാലം ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തി ആരാണ്? വാരൻ ഹേസ്റ്റിങ്സ് ആണ്. രണ്ടാമത്തെ ചോദ്യം, 1918 ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ട്രേഡ് യൂണിയൻ സ്ഥാപിച്ചത് ആരാണ്? 1918 ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ട്രേഡ് യൂണിയൻ സ്ഥാപിച്ചത്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ലാലാ ലജ്പത് റായ്, ഓപ്ഷൻ ബി DK കാർവ, ഓപ്ഷൻ സി BP വാഡിയ, ഓപ്ഷൻ ഡി MG റാനഡെ. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി BP വാഡിയ. 1918 ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ട്രേഡ് യൂണിയൻ സ്ഥാപിച്ച ആരാണ്? BP വാഡിയ. മൂന്നാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ഏത് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ്? സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ഏത് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ കുമരപ്പ കമ്മിറ്റി, ഓപ്ഷൻ ബി SK ധർ കമ്മിറ്റി, ഓപ്ഷൻ സി ബൽവത് റായ് മേത്ത കമ്മിറ്റി, ഓപ്ഷൻ ഡി അശോക് മേത്ത കമ്മിറ്റി. ഏതാണ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ കുമരപ്പ കമ്മിറ്റി. സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് കുമരപ്പ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, ജില്ലാ കളക്ടറുടെ കാര്യാലയം നിലവിൽ വന്ന വർഷം. ജില്ലാ കളക്ടറുടെ കാര്യാലയം നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 1786, ഓപ്ഷൻ ബി 1772, ഓപ്ഷൻ സി 1771, ഓപ്ഷൻ ഡി 1773. ഏതാണ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 1772. ജില്ലാ കളക്ടറുടെ കാര്യാലയം നിലവിൽ വന്ന വർഷം ഏതാണ്? 1772 ആണ്. അഞ്ചാമത്തെ ചോദ്യം, 1886 ഡൽഹൌസി ഔദ് പിടിച്ചടക്കിയപ്പോൾ അവിടുത്തെ നവാബ് ആരായിരുന്നു? 1886 ഡൽഹൌസി ഔദ് പിടിച്ചടക്കിയപ്പോൾ അവിടുത്തെ നവാബ് ആരായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ നസ്രുദ്ദീൻ മഹദ് ഷാ, ഓപ്ഷൻ ബി വാജിദ് അലി ഷാ, ഓപ്ഷൻ സി ഷുജാ ഉദ്ദൗള, ഓപ്ഷൻ ഡി ആലിവർദി ഖാൻ. ഏതാണ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി വാജിദ് അലി ഷാ. 1886 ഡൽഹൌസി ഔദ് പിടിച്ചടക്കിയപ്പോൾ അവിടുത്തെ നവാബ് ആരായിരുന്നു? വാജിദ് അലി ഷാ ആയിരുന്നു.
ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആണ് ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭു വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ, അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഗവർണർ ജനറൽ. ഓക്കെ, അപ്പോൾ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആണ് ഡൽഹൌസി പ്രഭു. വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. വിധവ പുനർവിവാഹ നിയമം, അതായത് 1856 അത് പാസ്സാക്കിയത്. 1855 തൊട്ട് 56 വരെ സന്താൾ കലാപം നടക്കുകയായിരുന്നു. എന്താണ്? 1855 തൊട്ടിട്ട് 56 വരെ സന്താൾ കലാപം നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറലാണ് ആര്? ഡൽഹൌസി പ്രഭു. ഇന്ത്യയെ റെയിൽവേ ആരംഭിച്ചതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. 1853 ഏപ്രിൽ 16. 1853 ഏപ്രിൽ 16. 1853 ഏപ്രിൽ 16. റിപ്പീറ്റ് ആയിട്ട് പറയുന്നത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ആരുടെ കാലഘട്ടത്തിലാണ്? ഡൽഹൌസി പ്രഭുവിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. 1853 ഏപ്രിൽ 16. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് എവിടം തൊട്ട് എവിടം വരെയാണ്? മുംബൈ മുതൽ താനെ വരെയായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമാണ് ഷിംല. ഇന്ത്യയിലെ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറലും ആര് തന്നെയാണ്? ഡൽഹൌസി പ്രഭു തന്നെയാണ്. ഓക്കെ, ആധുനിക തപാൽ സംവിധാനം, അപ്പോൾ റെയിൽ സർവീസ് കൊണ്ടുവന്നിട്ടുണ്ട്, തപാൽ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. 1854 അപ്പോൾ റെയിൽ സർവീസ് കൊണ്ടുവന്നതിൻ്റെ ഒറ്റ വർഷം കഴിഞ്ഞതിന് ശേഷം 1854 ആധുനിക തപാൽ സംവിധാനം കൊണ്ടുവന്നു. അതുപോലെ തന്നെ ടെലഗ്രാഫ് സംവിധാനം കൊണ്ടുവന്ന ഭരണാധികാരിയും ആര് തന്നെയാണ്? ഡൽഹൌസി പ്രഭു തന്നെയാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. അതുപോലെ തന്നെ 1856 ഡൽഹൌസി ഔദ് പിടിച്ചടക്കിയപ്പോൾ അവിടുത്തെ നവാബ് ആരായിരുന്നു? വാജിദ് അലി ഷാ ആയിരുന്നു. ആറാമത്തെ ചോദ്യം, ബംഗാളിലെ ആദ്യ ഗവർണർ ആരായിരുന്നു? ബംഗാളിലെ ആദ്യ ഗവർണർ. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ റോബർട്ട് ക്ലൈവ്, ഓപ്ഷൻ ബി വാരൻ ഹേസ്റ്റിങ്സ്, ഓപ്ഷൻ സി വില്യം ബെൻഡിക്, ഓപ്ഷൻ ഡി കാനിങ് പ്രഭു. ബംഗാളിലെ ആദ്യ ഗവർണറാണ് ചോദിച്ചിരിക്കുന്നത്, ഗവർണർ ജനറൽ അല്ല, ശ്രദ്ധിക്കണം. അപ്പോൾ ആരാണ് ബംഗാളിലെ ആദ്യ ഗവർണർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ ആദ്യ ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഇനി ഓപ്ഷൻ ബി നോക്കിയേ, വാരൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആണ് ആര്? വാരൻ ഹേസ്റ്റിങ്സ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് അദ്ദേഹം ആദ്യ ഗവർണർ ജനറലായി മാറിയത്. അപ്പോൾ ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ വാരൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിലെ ആദ്യ ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഇനി ഓപ്ഷൻ സി നോക്കിക്കേ, വില്യം ബെൻഡിക് അല്ലേ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആണ് ആര്? വില്യം ബെൻഡിക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആണ് ആര്? വില്യം ബെൻഡിക്. ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ്, ഓപ്ഷൻ എ അല്ലെ. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ വാരൻ ഹേസ്റ്റിങ്സ് ആണ്, ഓപ്ഷൻ ബി. അത് ഏത് ആക്ട് പ്രകാരമാണ് അദ്ദേഹം വന്നത്? റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം, 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം. ഇനി അടുത്തത്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആണ്, ഓപ്ഷൻ സി വില്യം ബെൻഡിക്. അതായത് 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ് അദ്ദേഹം ഭരണം കൈപിടിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലാണ് ആര്? ഓപ്ഷൻ സി ആയിട്ടുള്ള വില്യം ബെൻഡിക്. ഇനി കാനിങ് പ്രഭു, അദ്ദേഹവും ഒരു ഗവർണർ ജനറൽ തന്നെയാണ്. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലാണ് ആര്? കാനിങ് പ്രഭു. ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ് അല്ലേ. കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്, പക്ഷെ പഠിച്ചാൽ എളുപ്പമായിരിക്കും. ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ്, ആദ്യ ഗവർണർ ജനറൽ വാരൻ ഹേസ്റ്റിങ്സ്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്, അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു. ഇനി ചോദിക്കട്ടെ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയും ആര് തന്നെയാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ തന്നെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയിയും അല്ലേ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാന്ന് നമ്മൾ പറഞ്ഞു? കാനിങ് പ്രഭു ആണെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയും ആര് തന്നെയാണ്? കാനിങ് പ്രഭു തന്നെയാണ്. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി, ആദ്യ വൈസ്രോയി നമ്മൾ പറഞ്ഞു കാനിങ് പ്രഭു ആണെന്ന് പറഞ്ഞു. അവസാനത്തെ വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൻ ആണ്.
അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലും ആര് തന്നെയാണ്? മൗണ്ട് ബാറ്റൻ തന്നെയാണ്. അവസാനത്തെ വൈസ്രോയി സ്വതന്ത്ര ഇന്ത്യ ആയപ്പോൾ ആ വൈസ്രോയി മാറി ആരായി? ഗവർണർ ജനറലായി മാറി അല്ലേ. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ, ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? മൗണ്ട് ബാറ്റൻ ആണ്. അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാരിയാണ്. ഒന്നും കൂടി പറയാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി കാനിങ് പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൻ ആണ്. സ്വതന്ത്ര ഇന്ത്യ വന്നപ്പോൾ ഈ വൈസ്രോയി മാറി ആരായി? ആ പേര് എന്തെങ്കിലും മാറി? ഗവർണർ ജനറലായി മാറി അല്ലേ. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ എവിടെ അവസാനിച്ച്? മൗണ്ട് ബാറ്റനിലാണ് അവസാനിച്ചത്. സോ മൗണ്ട് ബാറ്റൻ തന്നെ തുടങ്ങുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? മൗണ്ട് ബാറ്റൻ ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാരിയാണ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യക്കാരനായിട്ടുള്ള ഏക ഗവർണർ ജനറൽ ആണ് ആര്? സി രാജഗോപാലാചാരി. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ റോബർട്ട് ക്ലൈവ്, ഓപ്ഷൻ ബി റിച്ചാർഡ് വെലസ്ലി, ഓപ്ഷൻ സി കേഴ്സൺ പ്രഭു, ഓപ്ഷൻ ഡി കോൺവാലിസ്. അപ്പോൾ ആരാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ റോബർട്ട് ക്ലൈവ് ആണ്. ഇതിൽ ഓപ്ഷൻ എയും ഇമ്പോർട്ടൻ്റ് ആണ്, ബിയും ഇമ്പോർട്ടൻ്റ് ആണ്, സിയും നമ്മൾ അറിഞ്ഞു വെക്കണം, ഡിയും നമ്മൾ അറിഞ്ഞു വെക്കണം. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ നമ്മൾ പറഞ്ഞു, ഓപ്ഷൻ എ ആയിട്ടുള്ള റോബർട്ട് ക്ലൈവ് എന്ന് പറഞ്ഞു അല്ലേ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ ആണ് ഓപ്ഷൻ ബി റിച്ചാർഡ് വെലസ്ലി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? റിച്ചാർഡ് വെലസ്ലി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കേഴ്സൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കേഴ്സൺ പ്രഭു. റിച്ചാർഡ് വെലസ്ലി ബംഗാൾ ടൈഗർ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നും ബംഗാൾ ടൈഗർ എന്നും അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? റിച്ചാർഡ് വെലസ്ലി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? റോബർട്ട് ക്ലൈവ് അല്ലെ. ഇനി അടുത്തത്, ഇന്ത്യൻ പീനൽ കോഡിന്റെ പിതാവ് ആരാണ്? മെക്കാളയാണ്. ഇന്ത്യൻ പീനൽ കോഡിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മെക്കാളയാണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ്. ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് ആരാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ കോൺവാലിസ്, ഓപ്ഷൻ ബി ചാൾസ് മെറ്റ്കാഫ്, ഓപ്ഷൻ സി വില്യം ബെൻഡിക്, ഓപ്ഷൻ ഡി ഡെൽഹൌസി. ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ കോൺവാലിസ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവെന്നും ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്നതാണ് കോൺവാലിസ്. അടുത്തത്, ചാൾസ് മെറ്റ്കാഫ് ആരാണ്? ഓപ്ഷൻ ബി ചാൾസ് മെറ്റ്കാഫ് ആരാണ്? ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ചാൾസ് മെറ്റ്കാഫ്. വില്യം ബെൻഡിക്കോ? ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? വില്യം ബെൻഡിക്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഡെൽഹൌസി. ഒന്നും കൂടി പറയാം. ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവും ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവും ആര് തന്നെയാണ്? കോൺവാലിസ് തന്നെയാണ് അല്ലെ. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനാണ് ആര്? ചാൾസ് മെറ്റ്കാഫ്. ഓപ്ഷൻ സി. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഓപ്ഷൻ സി ആയിട്ടുള്ള വില്യം ബെൻഡിക്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഡെൽഹൌസി. ഡെൽഹൌസി പ്രഭുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആണ് ആര്? ഡെൽഹൌസി പ്രഭു. അടുത്ത ചോദ്യം, ഒൻപതാമത്തെ ചോദ്യം, 1838 ഷിംല മാനിഫെസ്റ്റോ പുറത്തിറക്കിയ ഗവർണർ ജനറൽ ആരാണ്? 1838 ഷിംല മാനിഫെസ്റ്റോ പുറത്തിറക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഓക്ലൻഡ് പ്രഭു, ഓപ്ഷൻ ബി വേവൽ പ്രഭു, ഓപ്ഷൻ സി ഹാർഡിച്ച് പ്രഭു, ഓപ്ഷൻ ഡി ആംജിസ്റ്റ് പ്രഭു. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഓക്ലൻഡ് പ്രഭു. 1838 ഷിംല മാനിഫെസ്റ്റോ പുറത്തിറക്കിയ ഗവർണർ ജനറൽ. അപ്പോൾ ഷിംല മാനിഫെസ്റ്റോ പുറത്തിറക്കിയ വർഷം 1838 ആണ് അല്ലേ. ഓക്ലൻഡ് പ്രഭുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1836 തൊട്ട് 1842 വരെയായിരുന്നു. 38 ഷിംല മാനിഫെസ്റ്റോ പുറത്തിറക്കിയത്. ഒന്നാം അഫ്ഗാൻ യുദ്ധ സമയത്തെ ഗവർണർ ജനറൽ ആരാന്ന് ചോദിക്കാറുണ്ട്. ഒന്നാം അഫ്ഗാൻ യുദ്ധ സമയത്തെ ഗവർണർ ജനറൽ ആരാണ്? ഓക്ലൻഡ് പ്രഭു തന്നെയാണ്. അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം, വിധവ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം.
നമ്മൾ പറഞ്ഞായിരുന്നു ഇത്. വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയ വർഷം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 1856, ഓപ്ഷൻ ബി 1836, ഓപ്ഷൻ സി 1842, ഓപ്ഷൻ ഡി 1835. അപ്പോൾ വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയ വർഷം ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 1856. ഏത് ഗവർണർ ജനറലുടെ കാലഘട്ടത്തിലാണ് വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയത്? ഡൽഹൌസി പ്രഭു. ആരാണ് ഡൽഹൌസി പ്രഭു? ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആണ് ആര്? ഡൽഹൌസി പ്രഭു അല്ലെ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ടോപ്പിക്കിലെ ഗവർണർ ജനറൽമാർ എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.